ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്, ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു സ്കേർട്ട് ടോപ്പ് ആണ് നമുക്ക് എല്ലാവരും മുന്നിലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് ഇന്ന് എനിക്ക് ഒരു 3 സ്കേർട്ട് ടോപ്പ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 10 വയസ്സായ കുട്ടിക്ക്, അതുപോലെ തന്നെ 13 വയസ്സായ ഒരു കുട്ടിക്കും, അതുപോലെ തന്നെ ഒരു 8 വയസ്സായ കുട്ടിക്കുമാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, അതായത് സ്റ്റിച്ചിങ് ചാർജ്, ഇതിന് അത്യാവശ്യം സ്റ്റിച്ചിങ് ചാർജും വരുന്നുണ്ട്. മെറ്റീരിയൽസിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ഇന്നലെ നമ്മളത് എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ കേട്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി. 1 മീറ്ററിനടക്കം നല്ല റേറ്റാണ്. അതായത് ആ വർക്ക് മെറ്റീരിയൽസ് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷേ വെൽവെറ്റ് കാര്യങ്ങൾക്കൊന്നും അത്ര റേറ്റ് വരുന്നില്ല. പക്ഷെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന വർക്ക് മെറ്റീരിയൽസ് 1 മീറ്ററിന് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയും റേറ്റാണ് ആ ഒരു വർക്ക് മെറ്റീരിയൽസിന്. പക്ഷേ നമ്മൾ ഷോപ്പിൽ പോയി കസ്റ്റമറുടെ അടുത്ത് അതിൻ്റെ റേറ്റ് പറഞ്ഞ് അവർക്ക് സമ്മതമാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു വർക്ക് മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇത്രയും റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് അവരെയും കൂടെ അറിയിക്കണില്ല. അപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പർച്ചേസിങ്ങും നമ്മൾ ഇന്നലെ ചെയ്ത്. ഇനി നമുക്ക് അവർക്കൊരു 7-ാം തീയതിക്ക് കിട്ടണം. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്ത് വിടണം. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, ഇതിൻ്റെ പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാറ്റേൺ പരിചയപ്പെടുത്താനും അതിൻ്റെ കട്ടിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഇടാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് പാറ്റേൺ വരിക. കണ്ട, ഇതുപോലെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് കോളർ കഴുത്താണ് നമ്മൾ വെക്കുക. അപ്പോൾ അതിൻ്റെ 2 പീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും, അതുപോലെ തന്നെ സ്കേർട്ടിനുള്ള ഭാഗവും. അപ്പോൾ ഏത് സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 13 വയസ്സായ കുട്ടിയുടെ ഒരു മെഷർമെൻ്റ് അളവിൽ ഒരു ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത്, അതായത് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇതുപോലെ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണി 4ആക്കി മടക്കിയിടുക. അതായത് നമുക്ക് ബാക്കിലേക്കും വേണം ഫ്രണ്ടിലേക്കും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പാറ്റേൺ വെച്ചിട്ട് ഒന്നുകിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതാവുമ്പോൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മാർക്കിൽ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതെല്ലാം നമ്മൾ നോർമലി അളവെടുത്തിട്ട് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അതായത് കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കോളർ നെക്കാണല്ലോ വെക്കുന്നത്. അപ്പോൾ ആ കോളർ നെക്കും കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ നെറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കൈ സാധാ നമ്മുടെ ഫുൾ സ്ലീവ് കൈ ഈ ഒരു യെല്ലോയിൽ തന്നെയാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നെറ്റ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിവിടെ വീടിനടുത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞത്, അത് നോക്കിയിട്ട് അവർ നല്ല തുണിയിൽ ഇതാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളവർക്ക് തയ്ച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കയ്യിൻ്റെ കട്ടിങ് ഞാൻ ഇപ്പോൾ കാണിക്കണില്ല, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പീസ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നെറ്റാണ് കൊടുക്കുന്നത്. കണ്ട, ഈ ഒരു നെറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ് ഇതുപോലെ മടക്കി വിട്ടിട്ട്
എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം ഫ്രണ്ടിലും വേണം ബാക്കിലും വേണം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് 2 പീസ് ബാക്കിലേക്കും 2 പീസ്, ആ ഒരു രീതിയിൽ വേണം നമ്മളിതും കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റുക. കണ്ട, ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യും. ഇനി നമ്മൾ നോർമലി നമ്മൾ ഡ്രസ്സിലാണ് നമ്മൾ ഡയറക്റ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്യണേക്കാൾ നല്ലത് നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ പേപ്പർ ജസ്റ്റ് തുണിയിലേക്ക് വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്യാണ് നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് വരുന്നത്. അപ്പം അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ബാക്ക് ഭാഗത്തേക്കുള്ളതും ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ബാക്കിലെ ഇത് നമ്മുടെ കട്ടിങ്ങും നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തുണിയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്നുള്ളത് ഏകദേശം നമുക്ക് ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ട തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ വെക്കണം. നമുക്ക് ആദ്യമൊക്കെ ഒരു ഇതൊക്കെ വരും, തെറ്റൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മളത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതുപോലെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തുനിന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ട, ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ട, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു മോഡൽ അങ്ങനെ ആക്കിയിട്ട് വരുമ്പോൾ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നാളെ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ പാറ്റേൺ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചിട്ടും അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നാളെ ഇടുന്നതാണ്.